രോഹിണി, നമുക്ക് 2020 ലോകകപ്പിന്റെ വാർത്തകളിലേക്ക് പോകാം. ഭാരതത്തിന് ബൗളിംഗ് സൂപ്പർ 8-ൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക. ഭാരതം ഇപ്പോൾ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും കൃഷ്ണരാജ് ചേരുകയാണ്. കൃഷ്ണരാജ്, ഭാരതത്തിന്റെ മത്സരം എതിരാളി ദക്ഷിണാഫ്രിക്ക ഒരു തീപ്പൊരി മത്സരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല, അല്ലേ? തീർച്ചയായും. കാരണം ഫൈനലിന് മുൻപുള്ള ഫൈനൽ എന്ന് വിലയിരുത്തുന്നവരുണ്ട് ഈ മത്സരത്തെ. അതിന് കാരണം കഴിഞ്ഞ 2020 ലോകകപ്പിൽ ഭാരതവും ദക്ഷിണാഫ്രിക്കയുമാണ് ഫൈനലിൽ നേർക്കുനേർ വന്നത്. ദക്ഷിണാഫ്രിക്ക ജയിക്കും എന്നുറപ്പിച്ച ഘട്ടത്തിലാണ് ബുംറയുടെ ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനവും സൂര്യകുമാർ യാദവിൻ്റെ അത്ഭുത ക്യാച്ചും നമ്മൾ കണ്ടത്. അങ്ങനെ ആ കിരീടം രോഹിത് ശർമ്മ ഉയർത്തുന്ന കാഴ്ചയായിരുന്നു. അന്ന് തല താഴ്ത്തി മടങ്ങിപ്പോയ എയ്ദൻ മർക്രാം ഇന്ന് ക്യാപ്റ്റനായി കളത്തിൽ തലയുയർത്തി നിൽക്കുന്നു. മികച്ച ഫോമിലാണ് മർക്രാമും ഡീകോക്കും അടങ്ങുന്ന ഓപ്പണിംഗ് അടക്കമുള്ള അവരുടെ ബാറ്റിംഗ് നിര. അതുകൊണ്ട് തന്നെ അവർ വലിയൊരു വിജയം പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. പക്ഷേ നമ്മൾ കൂടുതൽ ഇടതു കയ്യൻ ബാറ്റ്സ്മാൻമാരുള്ള ഒരു ടീമാണ്. അതിൻ്റെ പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നുമുണ്ട്. ഏതായാലും ദക്ഷിണാഫ്രിക്ക മികച്ച ടീമാണ്. ഈ അഹമ്മദാബാദിലെ മത്സരങ്ങൾ 4 ഇതുവരെ കഴിഞ്ഞതിൽ 3 ആദ്യം ബാറ്റ് ചെയ്ത ടീമാണ് ജയിച്ചത്. പക്ഷേ അഹമ്മദാബാദിലെ സാഹചര്യങ്ങൾ ഡേ നൈറ്റ് മത്സരത്തിലേക്ക് വരുമ്പോൾ ടോസ് നേടി ബൗളിംഗ് തിരഞ്ഞെടുത്താലും പ്രശ്നമില്ലാത്തതാണ്. കാരണം ചേസ് ചെയ്ത് ജയിക്കാൻ സാഹചര്യങ്ങളുള്ള ഒരു പിച്ചാണ് അവിടുത്തേത്. പക്ഷേ നെതർലൻഡ്സുമായി ഭാരതം കഴിഞ്ഞ മത്സരം കളിക്കുമ്പോൾ അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സർഫേസിന് മാറ്റമുണ്ടായിട്ടുണ്ട് എന്നാണ് സൂര്യകുമാർ യാദവ് ഇന്ന് പറഞ്ഞത്. പക്ഷേ ടോസ് കിട്ടിയിരുന്നുവെങ്കിൽ ഞങ്ങൾ ബാറ്റിംഗ് തിരഞ്ഞെടുത്തേനെ, പക്ഷേ ബൗളിംഗ് ചെയ്യുന്നതിൽ ഹാപ്പിയാണ് എന്ന മറുപടി പറയുന്നു. ടീമിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ കളിച്ച ടീമിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഈ 2020 വേൾഡ് കപ്പ് ടീം പ്രഖ്യാപിക്കുമ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ ആണെങ്കിൽ വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേലായിരുന്നു. പക്ഷേ അക്സർ പട്ടേൽ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചില്ല. ഇന്ന് ഏറ്റവും നിർണായകമായ സൂപ്പർ 8 മത്സരത്തിൽ കളിക്കുന്നില്ല എന്നത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. അവിടെ എന്ത് കാരണമാണെന്ന് പറയുന്നില്ല. ഒരു ടാക്റ്റിക്കൽ ഡിസിഷൻ എന്നാണ് സൂര്യകുമാർ പ്രതികരിച്ചത്. വാഷിങ്ടൺ സുന്ദറാണ് കളിക്കുന്നത്. സമീപകാല ഫോം അനുസരിച്ച് അക്സർ പട്ടേൽ ഒരു മികച്ച പ്ലെയറാണ്, ഓൾറൗണ്ടറാണ്. പക്ഷേ വാഷിങ്ടൺ സുന്ദറിനെയും മാറ്റി നിർത്താനാവില്ല. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ ഓപ്പണർമാർ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മ ഈ വേൾഡ് കപ്പിൽ 4 മത്സരങ്ങളിൽ 3 കളികൾ കളിച്ചു. 3ലും ഡക്കായി, ആദ്യ ഓവറിൽ തന്നെ പുറത്തായി എന്നത് എടുത്തു പറയണം. ഈ അഭിഷേക് ശർമ്മയെ പൂട്ടാനായി എല്ലാ ടീമുകളും ഓഫ് സ്പിന്നറെ കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ ആദ്യ ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മ പുറത്താവുകയും ചെയ്തു. അതായത് അഭിഷേക് ശർമ്മയുടെ കരുത്ത് എന്താണെന്ന് എല്ലാവർക്കും ബോധ്യമായി, എന്താണ് ദൗർബല്യമെന്നും ബോധ്യമായി. ആ ദൗർബല്യം വെച്ച് ടീമിനെ അഭിഷേകിനെ പുറത്താക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ ടീമുകളെല്ലാം ഉപയോഗിക്കുന്നത്. ഇഷാൻ കിഷൻ മികച്ച ഫോമിലാണ്, പക്ഷേ കഴിഞ്ഞ കളിയിൽ ഒരല്പം നേരത്തെ പുറത്തായി. തിലക് വർമ്മയാകട്ടെ ആദ്യ ഓവറിൽ തന്നെ ബാറ്റ് ചെയ്യാൻ എത്തുകയാണ്. അതായത് ഓപ്പണറായി കളിക്കാൻ വരുന്നതിൻ്റെ അതേ മൂഡിലാണ് വരുന്നത്. വളരെ പെട്ടെന്ന് റൺസ് എടുക്കാൻ തിലക് വർമ്മയ്ക്ക് കഴിയുന്നില്ല എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. അവിടെ സൂര്യകുമാർ നന്നായി കളിക്കുന്നുണ്ട്. മധ്യനിരയിൽ ശിവം ദുബെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ഹർദിക് പാണ്ഡ്യയും ഫോമിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ ഓപ്പണർമാർ നന്നായി കളിച്ചാൽ ഏത് സ്കോറും മറികടക്കാൻ കെൽപ്പുള്ള ടീമാണ് ഭാരതം എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ദക്ഷിണാഫ്രിക്കയെ നമുക്കറിയാം, അത്രത്തോളം കരുത്തർ തന്നെയാണ് ദക്ഷിണാഫ്രിക്കയും. ഗ്രൂപ്പ് ഡിയിൽ എല്ലാ മത്സരങ്ങളും ജയിച്ചു തന്നെയാണ് അവർ സൂപ്പർ 8-ൽ എത്തിയിരിക്കുന്നത്. ഗ്രൂപ്പ് എയിലും എല്ലാ മത്സരങ്ങളും ജയിച്ച് ഭാരതവും സൂപ്പർ 8-ൽ എത്തിയിരിക്കുന്നു. ഇവിടെ ഈ 2 ടീമുകളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സന്തുലിതമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ ബാറ്റിങ്ങിലെ കരുത്ത് പല മത്സരങ്ങളിലും എല്ലാ മത്സരങ്ങളിലും ഭാരതം ആവർത്തിച്ചതാണ്. കാരണം ഒരു ബാറ്ററിനെ മാത്രം ആശ്രയിച്ചല്ല ഭാരതത്തിൻ്റെ ബാറ്റിംഗ് നിരയുള്ളത്. ഒരു ബാറ്റർ അല്പം നിറം മങ്ങിക്കഴിഞ്ഞാലും തുടർന്ന് വരുന്ന ഏതൊരു കളിക്കാരനും അറ്റാക്കിംഗ് ബാറ്റിംഗ് പുറത്തെടുക്കാൻ കെൽപ്പുള്ള ഒരു ടീമാണ്. അതേപോലെ വരുൺ ചക്രവർത്തി ആയാലും ബുംറയായി കഴിഞ്ഞാലും ബൗളിംഗും അത്രത്തോളം സന്തുലിതമാണ്. ദക്ഷിണാഫ്രിക്കൻ നിരയെ നമുക്ക് എങ്ങനെ പരിശോധിക്കാം കൃഷ്ണൻ? ദക്ഷിണാഫ്രിക്ക ഒരു മികച്ച നിര തന്നെയാണ്. കാരണം ന്യൂസിലൻഡിനെ പോലെ കരുത്തുറ്റ ഒരു ടീമിനെ എങ്ങനെയാണ് അവർ പരാജയപ്പെടുത്തിയത് എന്ന് നമ്മൾ കണ്ടതാണ്. അവിടെ മർക്രാം എന്ന ക്യാപ്റ്റന്റെ മികവ്, 44 പന്തിൽ 86 റൺസ് എടുത്താണ് പരാജയപ്പെടുത്തിയതും. അതും അഹമ്മദാബാദിലാണ് എന്നോർക്കണം. അനായാസം വലിയൊരു ഇന്നിങ്സ് മറികടക്കുകയായിരുന്നു ദക്ഷിണാഫ്രിക്ക. അവിടെ അവരുടെ മർക്രാമാകട്ടെ ക്വിന്റൺ ഡീകോക്ക് ആകട്ടെ, ഡീകോക്ക് ഈ ലോകകപ്പിൽ അത്ര ഫോമിലൊന്നുമല്ല, പക്ഷേ ഭാരതത്തിനെതിരെ എപ്പോഴൊക്കെ കളിക്കുമോ അപ്പോഴൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ശീലം ഡീകോക്കിനുണ്ട്. മറ്റൊന്ന് റിക്കൽട്ടൺ ബ്രെവിസ് മികച്ച ബാറ്ററാണ്. സ്റ്റബ്സ് മികച്ച ബാറ്ററാണ്. ഡേവിഡ് മില്ലർ അവസാന ഓവറുകളിൽ ആഞ്ഞടിക്കാൻ കെൽപ്പുള്ള ബാറ്ററാണ്. പിന്നെ മാർക്കോ ജാൻസൺ ബൗളിംഗ് ഓൾറൗണ്ടറാണ്. അയാൾക്കും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാനാകും. അങ്ങനെ ഒരു ടോട്ടൽ
ക്രിക്കറ്റ് ടീമാണ്. എല്ലാ കാലത്തും ഓൾറൗണ്ടർമാരുടെ ടീമാണ് ദക്ഷിണാഫ്രിക്ക. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. മികച്ച ഒരു പിടി ബാറ്റർമാർ, ബൗളർമാർ, ഓൾറൗണ്ടർമാർ അവരുടെ കൈവശമുണ്ട്. അവരുടെ ലുങ്കിയൻ ഗിഡി എന്ന ഫാസ്റ്റ് ബൗളർ, അയാൾ ഗംഭീരമായാണ് ഈ ലോകകപ്പിൽ, അതായത് സ്പിന്നിന് അനുകൂലമായ പിച്ചുകളിൽ പോലും നന്നായി പന്തെറിഞ്ഞ ഒരു ബൗളറാണ്. പേടിക്കുക തന്നെ വേണം. പിന്നെ കാഗിസോ റബാഡ ഏറ്റവും മികച്ചൊരു ബൗളറാണ്. അതുപോലെ തന്നെ കേശവ് മഹാരാജ് ഇന്ത്യൻ സാഹചര്യങ്ങൾ നന്നായി ഉപയോഗിക്കുന്ന ഒരു ബൗളറാണ്. മറുവശത്ത് ഇന്ത്യയിലേക്ക് വന്നാൽ അവിടെ 7 ഇടങ്കയ്യന്മാരാണുള്ളത് എന്നത് ഒരു പക്ഷേ ഈ ലോകകപ്പ് തുടങ്ങും മുമ്പ് വലിയ ചർച്ചയായതാണ്. അത് ഗുണം ചെയ്യുമെന്ന് കരുതിയതാണ്. അഭിഷേക് ശർമ്മ ഇടങ്കയ്യൻ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, റിങ്കു സിംഗ്, ശിവം ദുബെ, വാഷിംഗ്ടൺ സുന്ദർ, ഇങ്ങനെ 7 ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാർ. അപ്പോൾ ഈ ആർഷ്ദീപും ലെഫ്റ്റ് ഹാൻഡഡ് ആണ് എങ്കിലും ഞാൻ പറഞ്ഞത് 7 പ്രധാനപ്പെട്ട ബാറ്റ്സ്മാരും ഇടങ്കയ്യന്മാരാണ്. അത് ഗുണം ചെയ്യുമെന്ന് കരുതപ്പെട്ടിരുന്നു. പക്ഷേ ഓഫ് സ്പിന്നർമാരെ കൊണ്ടുവന്ന് തുടക്കത്തിൽ ഭാരതത്തെ വട്ടം കറക്കുന്ന ഒരു രീതി നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടതാണ്. അത് ഇത്തവണ എങ്ങനെ ഉപയോഗിക്കപ്പെടും എന്നറിയാനുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ളത്. അമേരിക്കയ്ക്കെതിരെ ഹർമീത് സിംഗ് എന്ന ഓഫ് സ്പിന്നർ, നബീമിയ ജെറാഡ് ഇറാസ്മസ് എന്ന സ്പിന്നർ, പാകിസ്ഥാന്റെ സയിം അയ്യൂബ്, നെതർലൻഡ്സിന്റെ ആര്യൻ ദത്ത്, ഇങ്ങനെ 4 ബൗളർമാർ 4 ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിലും ഭാരതത്തിനെതിരെ ഗംഭീരമായി പന്തെറിഞ്ഞത് നമ്മൾ കണ്ടു. ഇത്തവണ അഭിഷേകിനെതിരെ എന്ത് കുരുക്കാണ് സൗത്ത് ആഫ്രിക്ക ഒരുക്കിയിട്ടുള്ളതെന്ന് അറിയില്ല. ഈ മർക്രാം തന്നെ ആദ്യ ഓവറുകൾ വന്നെറിയാനുള്ള സാധ്യതയുണ്ട്. നന്നായി പന്ത് ഓഫ് സ്പിൻ ചെയ്യിക്കുന്ന ആളാണ് മർക്രാം. അങ്ങനെ നോക്കിയാൽ ഭാരതത്തിന് ഒരല്പം സമ്മർദ്ദമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത് ടീം ഇന്ത്യയാണ്. ഏത് സമയത്തും ആര് വീണുപോയാലും പകരം എഴുന്നേറ്റ് തലയെടുപ്പോടെ നിൽക്കാൻ കെൽപ്പുള്ള ഒരു പിടി പ്രതിഭകളുടെ ടീമാണ്. അതിൽ തന്നെയാണ് വിശ്വാസം. ഇനി ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരു പകരം വീട്ടലിൻ്റെ സമയമാണ്. പക്ഷേ അതിനുശേഷം നടന്ന മത്സരങ്ങളിൽ കൂടുതൽ മത്സരങ്ങൾ ജയിച്ചത് ഭാരതം തന്നെയായിരുന്നു. എങ്കിലും ഈ വേൾഡ് കപ്പിൽ ഫൈനലിൽ ജയിക്കുമെന്നുറപ്പിച്ച ഘട്ടത്തിൽ ബുംറയുടെ ഏറിൽ വീണുപോയ ദക്ഷിണാഫ്രിക്ക ഇന്ന് അതിനൊരു മധുര പ്രതികാരം വീട്ടണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാകും ഇറങ്ങുക. തന്നെയാണ് 2020 ലോകകപ്പിൽ ഭാരതത്തിന്റെ ബൗളിംഗ്. സൂപ്പർ 8-ൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. കൃഷ്ണരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.